കാനഡയുടെ ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. വീഡിയോ ചെയ്യാൻ അല്പം വൈകിപ്പോയി. അതിനെപ്പറ്റി പഠിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം പ്രതീക്ഷിക്കാത്തൊരു ഫലമായിരുന്നു കാനഡയിൽ വന്നിരുന്നത്. കാനഡയിലെ യുവജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത് കൺസർവേറ്റീവ് പാർട്ടി, അതായത് പൊലുവേർ എന്ന് പറയുന്ന അവരുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരും, ലിബറൽ പാർട്ടി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലിബറൽസ് വീണ്ടും മൈക്ക് കാർണിയുടെ ലീഡർഷിപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 16 വർഷത്തെ അവർ ഭരണത്തിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവർ 25-28 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് മൈക്ക് കാർണിയുടെ പാർട്ടി. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, അത് ഏകദേശം 16 വർഷം ഭരിച്ചു മുട്ടിപ്പിച്ചു. അതായത് കേരളം പോലെ തന്നെയാണ് ഇപ്പോഴും. കാരണഭൂതനാണ് ഈ ലിബറൽ പാർട്ടിയുടെ ആളുകളെല്ലാവരും. ഒന്നും ബാക്കിയില്ല. ഹൗസിംഗ് ക്രൈസിസ്, ഇമിഗ്രേഷൻ ക്രൈസിസ്, ജോബ് ക്രൈസിസ്. ചുരുക്കം പറഞ്ഞാൽ ഒരു 16-17 വയസ്സോ 18 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല കാനഡയിൽ. ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഒന്നുമില്ല. കാരണം ആൽബർട്ട എന്ന് പറയുന്ന സംസാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു 3-4 ലോക രാജ്യമാണ് ഈ പറയുന്ന കാനഡ എന്ന് പറയുന്നത്. പോയവർക്കും അറിയാം. ഞാനവിടെ കാനഡയിൽ പോയി ഓടിപ്പോകുന്ന ഒരു വ്യക്തിയാണ്, അവിടെ നിൽക്കാൻ പറ്റാതെ. ഞാൻ ഈ ആൽബർട്ട മാറ്റിയ കഴിഞ്ഞു, അവസാനിച്ചു. ഒരു 3-4 ലോക രാജ്യം എവിടെ പോയാലും ഒരു ബോംബെയിലോ അല്ലെങ്കിൽ ഒരു ഡൽഹിയിലേക്ക് പോയ അവസ്ഥയാണ് ഈ മോൺട്രിയോളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം. ഇതിന് കാരണക്കാരൻ വേറെ ആരോ, ട്രംപ് തന്നെയാണ്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് ഒരു വെടി പൊട്ടിച്ചായിരുന്നു. 51ാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റണം കാനഡയുടെ പറഞ്ഞു. അവിടെയാണ് അതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. അവിടം വരെ ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കായിരുന്നു ഭൂരിപക്ഷം. ഈ പൊലുവേറിനും കൂട്ടർക്കും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മനോഹരമായിട്ട് ജസ്റ്റിൻ ട്രൂഡോയും കൂട്ടരും അതിനെ കൊണ്ടു നടന്നു. അതിനെ ആരംഭിച്ചു. അവർ അധികാരത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കാനഡയുടെ അവസ്ഥ, എന്തുകൊണ്ട് അവസ്ഥയിലേക്ക് എത്തിപ്പോയിരിക്കണം അവർ. അമേരിക്ക ഏകദേശം ഈ അവസ്ഥയിലായിരുന്നു സുഹൃത്തുക്കളെ. കാരണം 50, 55, 60 വയസ്സായ ആളുകൾക്ക്, അതായത് ഏകദേശം റിട്ടയർമെൻറ്റിനോട് അടുത്ത ആളുകൾക്ക് എപ്പോഴും താല്പര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഗവൺമെൻറ്റുകളാണ്. കാരണം ലെഫ്റ്റായിട്ട് ആളുകൾ, കാരണം അവരുടെ ആവശ്യങ്ങൾ, അതായത് 55, 60 ആയി റിട്ടയർമെൻറ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സുകൾ. അപ്പോൾ എനിക്കൊരു അങ്കിളുണ്ട് ഇവിടെ അമേരിക്കയിൽ. അദ്ദേഹം റിട്ടയർഡാണ്. അദ്ദേഹം ഹി ഡോണ്ട് കെയർ അബൌട്ട് ഫ്യൂച്ചർ ഓഫ് അമേരിക്ക.